കഴിഞ്ഞ 9 ദിവസമായി ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീ അമ്മമാർക്ക് ജാമ്യം കിട്ടിയത് അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ക്രിയാത്മകമായിട്ട് ഇടപെട്ട കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ശ്രീ വിഷ്ണുദേവ് സായിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മയ്ക്കും ഇതിനുവേണ്ടിയുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ അഭിപ്രായ പ്രകാരം അതിനുവേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിയുടെ സംസ്ഥാന ഘടകത്തിന്റെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. അതേസമയം പല രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ബിജെപിയുടെ ശ്രീ രാജീവ് ചന്ദ്രശേഖറും ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പരിശ്രമത്തിന് എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകിയ കേരളത്തിലെ മതമേലധ്യക്ഷന്മാരെയും ബിജെപി നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നമുക്കറിയാം, കോൺഗ്രസ് സർക്കാർ ഛത്തീസ്ഗഡിൽ നടപ്പാക്കിയ നിയമപ്രകാരമാണ് 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ നിയമം ജാമ്യമില്ലാ വകുപ്പാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളെ കേരളത്തിന്റെ പൊതു താൽപര്യപ്രകാരവും അതോടൊപ്പം തന്നെ ലക്ഷോപലക്ഷം വരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ താൽപര്യപ്രകാരവും അവർ നിരപരാധികളാണ് എന്നും അല്ലെങ്കിൽ അവർ ജാമ്യത്തിന് അർഹരാണ് എന്നും നിയമപരമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നത്. അതിന്റെ വിജയമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനും പൊതുവെയും ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രത്യേകിച്ച് എടുത്ത നിലപാടിന് ഉണ്ടായ സ്വാഭാവികമായിട്ട് വിജയമായിട്ട് ബിജെപി സംസ്ഥാന ഘടകം കാണുകയാണ്. ബിജെപിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടൊപ്പം ബിജെപി ഉണ്ട് എന്ന സന്ദേശമാണ്, കൂടെയുണ്ട് ഞങ്ങൾ എന്ന സന്ദേശമാണ് ഈ വിഷയമുണ്ടായ സമയത്ത് ഞങ്ങൾ കേരള സമൂഹത്തിന്റെ മുമ്പിൽ അറിയിക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് പല മേഖലകളിൽ നിന്നും ചില മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷം, കേരളത്തിലെ UDFന്റെ എംപിമാർ എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പം കൂടെയുണ്ട് ഞങ്ങൾ എന്ന നിലയിൽ ആ കന്യാസ്ത്രീകളുടെ മോചനത്തിനു വേണ്ടി ആദ്യം മുതൽ ഈ നിമിഷം വരെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ബിജെപിയുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ട് കാണുന്നത്. അതിന് പിന്തുണ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ അമിത്ഷായ്ക്കും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കും ഛത്തീസ്ഗഡിലെ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള വ്യക്തിക്കും ഉൾപ്പെടെ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു ഈ കേരളത്തിലെ VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ സമൂഹത്തിനോട് മാപ്പ് പറയണം. കാരണം ഇവർ ഈ ഛത്തീസ്ഗഡിൽ പോയി കാണിച്ച ഷോ ഉണ്ടല്ലോ, ആ ഷോ ആണ് യഥാർത്ഥത്തിൽ 9 ദിവസം ആ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിൽ അടയ്ക്കാൻ കാരണമായത്. ഇവിടത്തെ കോൺഗ്രസുകാരും VD സതീശന്റെ കോൺഗ്രസ് നേതാക്കന്മാരും UDF നേതാക്കന്മാരും അതോടൊപ്പം തന്നെ LDF നേതാക്കന്മാരും ഏതൊരു ആവശ്യവുമില്ലാതെ അവിടെ ചെന്ന് ജയിലിന്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലുമൊക്കെ കാണിച്ച ഒരു പ്രകടനം അത് ഒരർത്ഥത്തിൽ ഒരു സമരാഭാസമായിരുന്നു. ആ സമരാഭാസം കൊണ്ടുണ്ടായ ദോഷം എന്ന് പറയുന്നത് അവിടുത്തെ ജഡ്ജിക്ക് മേൽ സമ്മർദ്ദമുണ്ടായി, അവിടുത്തെ പ്രോസിക്യൂഷന്റെ മേൽ സമ്മർദ്ദമുണ്ടായി, അവിടെ പൊതുസമൂഹത്തിൽ ഇതിനെതിരായിട്ടുള്ള വികാരമുണ്ടായി. അങ്ങനെയുള്ള വികാരങ്ങളും ആ സമ്മർദ്ദങ്ങളും കാരണമാണ്
5 ദിവസം 4-5 ദിവസം മുമ്പേ ജയിലിൽ നിന്ന് മോചിതരാകേണ്ടിയിരുന്ന കന്യാസ്ത്രീകൾ ഈ 9 ദിവസം ജയിലിൽ കിടക്കാൻ കാരണം ഈ കേരളത്തിലെ കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇത്തരത്തിലുള്ള ഈ ഷോ ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം. ഈ പൊന്നുരുക്കുന്നിടത്ത് എന്താണ് പൂച്ചയ്ക്ക് കാര്യമെന്ന് ചോദിക്കുന്നത് പോലെ ഇവിടത്തെ വി ഡി സതീശനും ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഛത്തീസ്ഗഡിൽ അവിടെ നീതിപൂർവമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന സമയത്ത് എന്തിനു വേണ്ടി വന്നാണ് ഇത്തരത്തിലുള്ള ഈ സമര ആഭാസങ്ങൾ കാണിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് അവിടെ ജാമ്യം വന്ന സമയത്തും അവിടത്തെ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന വിഡ്ഢിത്തമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ആരാണ് ഈ വിവരം കൊടുക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ കോടതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നടന്ന വാദത്തെ തുടർന്ന് ഇന്ന് വിധി പറയൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വി ഡി സതീശൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇന്നും പ്രോസിക്യൂഷൻ അതിനെ എതിർത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വി ഡി സതീശൻ ഒരുമാതിരി ഈ കേരളത്തിൽ വർഗീയ ലഹളയുണ്ടാക്കി, മതസ്പർദ്ധയുണ്ടാക്കി, അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന ശവന്തീനി കഴുകനെ പോലെയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത്തരത്തിലുള്ള സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ശവന്തീനി കഴുകന്റെ പണി വി ഡി സതീശൻ അവസാനിപ്പിക്കണമെന്നാണ് ബി ജെ പിക്ക് ഇവിടത്തെ പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്. ബി ജെ പി ഈ വിഷയത്തിൽ എടുത്ത നിലപാട് പൊതുസമൂഹത്തിൽ വളരെ ബോധ്യമുള്ളതാണ്. ബി ജെ പിയുടെ പ്രതിനിധി സംഘത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ട അന്ന് തന്നെ ഇവിടെ നിന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അയച്ചു. ശ്രീ അനൂപ് ആന്റണി ഡൽഹി ഛത്തീസ്ഗഡിൽ ചെന്ന ശേഷം അദ്ദേഹം അവിടുത്തെ സമരം നടത്താനോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഷോ കാണിക്കാനോ അല്ല പരിശ്രമിച്ചത്. ശ്രീ അനൂപ് ആന്റണി ആദ്യം ചെയ്തത് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചെന്ന് കാണലായിരുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചെന്ന് കണ്ടു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അതിനുശേഷം അവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിനുശേഷം പ്രോസിക്യൂഷനെ കണ്ടു. പ്രോസിക്യൂഷന്റെ ചുമതലപ്പെട്ട അഭിഭാഷകരെ കണ്ടു. എന്നിട്ട് നിയമ സംവിധാനത്തിലൂടെ തന്നെ ഈ കന്യാസ്ത്രീകളെ കോടതിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന യുക്തിപൂർവമായിട്ടുള്ള അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് ബി ജെ പി അവിടെ ചെയ്തത്. ബി ജെ പി ഇന്നും ചെയ്യുന്നത് അത് തന്നെയാണ്. അന്നു മുതൽ ഇന്ന് വരെ ബി ജെ പി ഛത്തീസ്ഗഡിൽ ചെന്നിട്ട് ചെയ്തത് നിയമ സംവിധാനത്തിലൂടെ ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ പരിശ്രമം വളരെ സുതാര്യമായിരുന്നു. എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിലാണ് ഞങ്ങൾ അതൊക്കെ ചെയ്തത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ സഭാ നേതൃത്വത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി അതാത് സമയത്ത് വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. സഭാ നേതൃത്വം മുഴുവനായി ബി ജെ പിക്ക് ധാർമ്മികമായിട്ടുള്ള പിന്തുണയും നൽകിയിരുന്നു ആ ശ്രമങ്ങൾക്ക്. അവരുടെ ധാർമ്മികമായിട്ടുള്ള പിന്തുണയും കൂടി കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് വിജയിപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ക്രിയാത്മകമായിട്ട് സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നിയമപരമായിട്ടുള്ള വഴിയിലൂടെ മുന്നോട്ട് പോയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഇത് എങ്ങനെ മുതലെടുപ്പ് നടത്താം, ഇതിന്റെ പേരിൽ എങ്ങനെ വർഗീയ സംഘർഷം ഉണ്ടാക്കാം, എങ്ങനെ ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും പരസ്പരം അടുപ്പിക്കാം, എങ്ങനെ ബി ജെ പിയെ വീണ്ടും വർഗീയവാദി എന്ന പേരുദോഷം കേൾപ്പിക്കാം എന്നൊക്കെ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തി അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതും കേരള സമൂഹത്തിന് ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ഏതു മലയാളിക്ക് ലോകത്ത് എവിടെ വെച്ച് എന്തു സംഭവിച്ചാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. കൂടെയുണ്ടാകും ഞങ്ങൾ. അത് ഛത്തീസ്ഗഡിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും ഇനി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇനി ലോകത്ത് എവിടെയാണെങ്കിലും ഏതു മലയാളിക്ക് എന്തു സംഭവിച്ചാലും ഈ കേരളത്തിലെ മലയാളിയോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. എല്ലാവർക്കും വേണ്ടി എല്ലാവരോടൊപ്പം എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന വികസിത കേരളത്തിന്റെ മുദ്രാവാക്യം. അതാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടാണ് എന്ന് ഉറക്കെ പറയാനും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനും അവസാനം വരെ അതിനുവേണ്ടി നിൽക്കാനും എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായിട്ട് ഇടപെടാനും സാധിച്ചു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനവും സന്തോഷവുമുണ്ട്. അതിനുവേണ്ടി ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആൾക്കാർക്ക് ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഛത്തീസ്ഗഡ് ബി ജെ പിക്ക് മറ്റൊരു നിലപാടായിരുന്നു. അതൊരു പോസ്റ്റ് വന്നിട്ട് വിവാദമായിട്ടുണ്ട്. അതായത് കന്യാസ്ത്രീകളുടെ കാല് കോൺഗ്രസ് നേതാക്കൾ പിടിക്കുന്ന പോസ്റ്റ് ബി ജെ പിയുടെ ഛത്തീസ്ഗഡ് പേജിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതൊരു എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ടോ? അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരും
അഭിപ്രായ ഐക്യമുള്ളവരൊക്കെ ആണ് ജനാധിപത്യ രാജ്യത്തുള്ളത്. അതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന ഒരു സമീപനമാണല്ലോ ജനാധിപത്യത്തിന്റെ സമീപനം. ഇത് താലിബാൻ ഭരിക്കുന്ന രാജ്യമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമോ അല്ലല്ലോ. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ. ജനാധിപത്യ രാജ്യത്തിൽ അഭിപ്രായങ്ങളുണ്ടാവും, അഭിപ്രായ വ്യത്യാസമുണ്ടാവും. പക്ഷെ അതിനെയൊക്കെ സമന്വയിപ്പിച്ച് യുക്തിപൂർവമായി നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് അത് നേടിയെടുക്കുക എന്നുള്ളതാണ് വിരുദ്. ആ വിരുദിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം വിജയിച്ചു. അത് ഇവിടുത്തെ കന്യാസ്ത്രീ സമൂഹത്തിന്, ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് ഗുണകരമായിട്ട് ഭവിച്ചു എന്നതിലാണ് ഞങ്ങളുടെ സന്തോഷം. ബിജെപിക്ക് ഒരു പാർട്ടിക്ക് ദേശീയ തലത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാകട്ടെ, ഓരോ സംസ്ഥാനത്തും ഓരോ അഭിപ്രായമാണ് ഉണ്ടാകേണ്ടത്. അത് ഈ രാജീവ് ചന്ദ്രശേഖർ വലിയ എഫർട്ട് എടുത്തു, അത് പൂർണ്ണമായും സ്വീകരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ എഫർട്ടിനെ പോലും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലരും അധിക്ഷേപിക്കുന്നുണ്ട്. ബിജെപി സൈബർ കേന്ദ്രങ്ങൾ തന്നെ അധിക്ഷേപിക്കുന്നുണ്ട്. ശ്രീ അരുൺ, അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഞങ്ങൾ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ നിഷേധിച്ചാലും ഒരു ജനാധിപത്യ സംവിധാനത്തെ ഞങ്ങൾ അധിക്ഷേപിച്ചൂടെ? ഞങ്ങളെ വിമർശിച്ചൂടെ? ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കൂടെ? ഞങ്ങൾ അതിലെ കുറ്റങ്ങളും കുറവുകളും ഞങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് അതൊക്കെ ഞങ്ങൾ പരിഹരിക്കേണ്ടത് പരിഹരിക്കും. എന്നിട്ട് സമൂഹത്തിനും നാടിനും നന്മ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അതാണ് ഞങ്ങളുടെ രീതി. ഈ പ്രോസിക്യൂഷന്റെ നിലപാട് എന്തായിരുന്നു? ഇത്രയും ഇടപെടൽ നടത്തിയെന്നൊക്കെ പറയുമ്പോൾ പോലും കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന തരത്തിലാണ് ആ കോടതിയിൽ വന്ന ആളുകളൊക്കെ പറയുന്നത്. എന്ത് നിലപാടാണ് പ്രോസിക്യൂഷന്റെ വിഷയത്തിൽ? പ്രോസിക്യൂഷൻ ഒരു ജാമ്യമില്ലാ കേസിൽ പ്രോസിക്യൂഷൻ എതിർത്താൽ എങ്ങനെ ജാമ്യം കിട്ടും? ഒന്ന്, കഴിഞ്ഞ ദിവസം അമിത്ഷാജിയെ പോയി കണ്ട കേരളത്തിലെ എംപിമാർക്ക് അമിത്ഷാജി കൊടുത്ത ഉത്തരം കോൺഗ്രസിന്റെ എംപിമാർ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. അവിടുത്തെ പ്രോസിക്യൂഷൻ അനുകൂലമായിട്ട് നിലപാടെടുക്കും എന്നല്ലേ അമിത്ഷാജി പറഞ്ഞത്? ഈ അമിത്ഷാജി പറഞ്ഞ അതേ കാര്യം തന്നെയല്ലേ 3 ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത്? അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് എന്താണ് പ്രസക്തി? രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ എടുത്ത നിലപാട് തന്നെയാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ അമിത്ഷാ എടുത്തത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തത്. അത് തന്നെയാണ് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി എടുത്തത്. അത് തന്നെയാണ് ഛത്തീസ്ഗഡിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എടുത്തത്. അതുകൊണ്ടാണല്ലോ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചാർത്തപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാൻ കാരണമായിട്ടുള്ളത് ബിജെപി എടുത്ത ഇത്രയും ശക്തമായിട്ടുള്ള നിലപാട് കാരണമാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുത്ത ശക്തമായ നിലപാട് കാരണമാണ്. കേസ് റദ്ദാക്കണമെന്നാണ് സഭ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന അജണ്ട കന്യാസ്ത്രീകളെ ജയിൽ മോചിതരാക്കുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് മറ്റു കാര്യങ്ങൾ നിയമവിദഗ്ധരുമായും സഭാ നേതൃത്വവുമായിട്ടും പൊതുസമൂഹവുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് മറ്റു കാര്യങ്ങളിൽ നിലപാടെടുക്കും. ഇപ്പോൾ ഞങ്ങളുടെ നിലപാട് ഇവരെ മോചിപ്പിക്കലായിരുന്നു. ആ മോചിപ്പിക്കൽ സാധ്യമായി. അതിലാണ് ഞങ്ങൾക്ക് സന്തോഷം.